ആഴിയിൻ ആഴങ്ങളിൽ വിശ്വാസികൾ ഉൾപ്പെടുന്ന ശക്തികുളങ്ങര തീരം. നിരവധി ദുരന്തങ്ങൾ പ്രാർത്ഥനയോടെ തരണം ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ബാബു പീറ്റർ. ശക്തികുളങ്ങരയിലെ പാരമ്പര്യ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം നിരവധി അപകടങ്ങളിൽ നിന്നും ദൈവകൃപ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. വിശ്വാസം മുറുകെ പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത ജീവിതം പറയുകയാണ് ബാബു പീറ്റർ. ഞാൻ 13 വയസ്സ് മുതൽ കടലിൽ പോകാൻ തുടങ്ങിയതാണ്. കുറേ നാൾ തുഴഞ്ഞു പോകുന്ന വള്ളത്തിൽ പോയിക്കൊണ്ടിരുന്നത്. വള്ളത്തിൽ പോയ കൂട്ടത്തിൽ കടലിൽ വെച്ച് വള്ളം മറിയുകയും അതിദാരുണമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വള്ളത്തിൽ പണി പരാജയം എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഫിഷിംഗ് ബോട്ടിൽ കയറി. ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ 72-ലാണെന്ന് തോന്നുന്നു, ജൂൺ 15-ന് വലിയ കൊടുങ്കാറ്റ് വീശി 100-120ഓളം ബോട്ടുകൾ താരുകയും അതിൽ 5-6 ആൾക്കാരെ ജീവനെ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരണപ്പെട്ട്, ആ മരണപ്പെട്ട കൂട്ടത്തിൽ 11-12 ബോഡിയെ ശക്തികുളങ്ങര തീരത്ത് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം പുറംകടലിലേക്ക് ഒഴുകിപ്പോയി. അന്ന് ഞങ്ങൾ പണിക്ക് പോയിരുന്നു. പണിക്ക് പോയ കൂട്ടത്തിൽ പടിഞ്ഞാറൻ കാറ്റ് കണ്ടിട്ട്, ഈ കാറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് പടിഞ്ഞാറൻ കാറ്റ് എപ്പോഴും അപകടമാണ്, വലിയ തിരയുണ്ടാവുമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ കരയ്ക്കെടുക്കുകയും അതിനുശേഷമാണ് ഈ ബോട്ടുകളെല്ലാം താരുന്നത്. വള്ളത്തിൽ പോയപ്പോൾ ഒരനുഭവം എനിക്കുണ്ടായി. അത് വലിയ തിരമാലയ്ക്ക് വള്ളം മറിഞ്ഞ് ഈ തിരമാലയ്ക്കകത്തിരുന്ന് ഞാൻ ശ്വാസം മുട്ടി നികരാൻ പറ്റാതെ, വെള്ളത്തിന് മേളിൽ നികരാൻ പറ്റാതെ ശ്വാസം മുട്ടി മേളിൽ വന്ന് ഞാൻ മാതാവിന്ന് വിളിച്ച്, മാതാവിൻ്റെ കാരുണ്യത്താൽ വള്ളം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വള്ളത്തെ കയറി. വള്ളം മറിഞ്ഞു കിടക്കുകയായിരുന്നു. മറിഞ്ഞു കിടക്കുന്നെങ്കിലും അത് ഈ തോണി വള്ളമായതിൻ്റെ പുറത്ത് വെള്ളത്തിന് മേളിൽ തന്നെ കിടക്കുമായിരുന്നു. വള്ളത്തെ പിടിച്ച് കിടന്ന് വേറെ വള്ളക്കാർ വന്നാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വള്ളം ഇങ്ങനെ വലിയ തിരയുള്ള സമയത്ത് പണിക്ക് പോവുകയും പോയി വരുമ്പം മറ്റുള്ള വള്ളങ്ങൾ മറിയുകയും ഞങ്ങൾ ഒന്നും രണ്ടും വള്ളക്കാർ കൂടി കെട്ടി വലിച്ച് ആൾക്കാരെ എടുക്കുകയും കെട്ടിവലിച്ച് കരക്കൊണ്ടുവരികയും ചെയ്യുന്നൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് ഒരു വള്ളം മറിഞ്ഞ് എല്ലാ വള്ളത്തിലും മീനുണ്ട്, ബാക്കി എല്ലാ വള്ളവും കരയ്ക്ക് വന്ന് ലാസ്റ്റ് വന്ന വള്ളം മറിഞ്ഞ് ഞങ്ങളൊരു വള്ളം ഇറക്കി ചെല്ലുമ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അയാൾ വെള്ളം കുടിച്ച് ചാവന്മാരായി. പക്ഷെ ഞങ്ങളെ ഇന്നെടുക്കുമ്പം ആളിന് ഞൊരയും പതയും വരികയാണ്. പക്ഷേ ആ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതൊരു ഭയങ്കര സങ്കടമായി പോയി. കരയ്ക്ക് കൊണ്ടുവന്നവിടെ തന്നെ ആൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി വള്ളക്കാരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫിഷിംഗ് ബോട്ടിൽ പോയ കാലഘട്ടത്തിലും ഏതെങ്കിലും ബോട്ട് റിപ്പയറായി കിടന്നാലും ആ ബോട്ടുകാരെ കെട്ടിക്കരയ്ക്ക് കൊണ്ടുവരികയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ. ഡിസംബർ 26-ാം തീയതി പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്ന് ഷർട്ട് ഊരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പടിഞ്ഞാറ്റ വീട്ടിലെ 2 പിള്ളേർ പറഞ്ഞ് കടൽ ഭയങ്കരമായിട്ട് പൊങ്ങി കരയ്ക്കെല്ലാം വെള്ളം കയറിയെന്ന് പറഞ്ഞു. ഞാനന്നേരം അവരെ വഴക്കും പറഞ്ഞ് കടപ്പുറത്തോട്ട് വന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ വീട് സീവാൾ പറ്റുകയാണ്. ആ സമയത്ത് എൻ്റെ സഹോദരി അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുക.
ഈ പറഞ്ഞതിനെ വെച്ച് സീവാളിൻ്റെ പുറത്ത് കയറിയെന്ന് ഞാൻ നോക്കുമ്പം കടൽ ഉള്ളോട്ട് വലിച്ചു പറ്റി, ഏതാണ്ട് കിലോമീറ്റർ കണക്കിന് വലിച്ചു പറ്റി. അപ്പോൾ ആൾക്കാർ ഇറങ്ങി മീൻ പിടിക്കുകയും ഞണ്ട് പുറക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ വീട്ടിൽ പോയി, എൻ്റെ 2 പെൺമക്കളാണ് എനിക്ക്, ഞാൻ 2 പെൺമക്കളെയും കൂട്ടി ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതിന് എൻ്റെ മൂത്ത മോള് ചോദിച്ചു, അപ്പച്ചാ ഇത്രയും തിര പറ്റി പോകുമ്പോഴത്തേന് ഇത് കടൽ കയറി വരത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് കടൽ വരും, മക്കൾ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ തെക്കോട്ട് നോക്കുമ്പം തെക്കുന്ന് തിരമാല വടക്കോട്ട് വരുന്നു, പടിഞ്ഞാറുന്ന് തിരമാല കിഴക്കോട്ടും വന്ന് രണ്ടും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഈ 50 മീറ്റർ ഹൈറ്റുള്ള പില്ലറിൻ്റെ മേക്കൂടെ കരയിലോട്ട് വരികയാണ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞ് ഇറങ്ങി ഓടിക്കൊള്ളാൻ പറഞ്ഞു. അവരെ ഇറങ്ങി, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് നെഞ്ചൊപ്പം വെള്ളമായി. ഇവരെയും വലിച്ചു കൊണ്ടുവരുമ്പം എൻ്റെ ഭാര്യയും 5-6 പെണ്ണുങ്ങളും കിഴക്ക് റോഡിൽ ഇപ്പോൾ ഉണ്ട്. ഓടറിയെന്ന് പറഞ്ഞിട്ട് ഓടിയില്ല, ഞാൻ ചീത്ത വിളിച്ചു ഇവരോട് ഓടാൻ വേണ്ടി. കാര്യം തിര അത്രയ്ക്ക് ശക്തിയായിട്ടാണ് വരുന്നത്. ഇവർ ഓടുന്നതിന് മുമ്പ് തന്നെ തിര ഇവരുടെ അടുത്ത് വന്ന്. ഞങ്ങൾ 200 മീറ്റർ കിഴക്കാണ് എൻ്റെ വീട്. അവിടം വരെ ഞങ്ങൾ ഓടിയിട്ട് ഞങ്ങളുടെ പുറവിന് അവിടം വരെ തിര വരികയും ഇവിടെ 4-5 വീടുകൾ തകർന്നു പോവുകയും ചെയ്തു. ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാവരും പകലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് 2018 ജലപ്രളയം. ഞാനിങ്ങനെ കടപ്പുറത്ത് വരുമ്പം വള്ളങ്ങൾ ലോറിയിൽ കയറ്റുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നെ രക്ഷാപ്രവർത്തനത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കയറിയെന്ന് വള്ളം ലോറിക്കകത്ത് കെട്ടുകയാണ്. അപ്പോൾ അവൻ്റെ തന്ത വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ച്, നിനക്ക് ഇവിടെ കിടന്ന് ചത്തൂടെ, നീ അവിടെ പോയി ചാവുന്നത് എന്തിനാന്ന് ചോദിച്ചു. ആ പയ്യനെ വിളിച്ചിറക്കി. അപ്പോൾ ആ വള്ളത്തിൽ പോകാൻ വേറെ ആളില്ല, വള്ളത്തിൻ്റെ ഉടയം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സുഖമില്ല, പനിയും ചുമയായിട്ടിരുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, എന്നിട്ട് ആരും ഈ വള്ളത്തിൽ പോകാനായിട്ട് ഒരുങ്ങുന്നില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞ് എൻ്റെ പേര് എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സും എടുത്തിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ സുഖമില്ലാത്തതല്ലേ? ഞാൻ അന്നേരം പറഞ്ഞ്, ഒരാളിനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ പുണ്യമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ വള്ളം കയറ്റി കുട്ടനാട് ചെന്ന് വള്ളം ഇറക്കി. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പോയി. 10-20-25 ആളുകളെയും കയറ്റി ഇങ്ങനെ നേരം സന്ധ്യയായി. അതിനു മുമ്പൊരു കാര്യം, ഈ ആദ്യത്തെ ദിവസം ഞാൻ ഫിഷിംഗ് ബോട്ടിൽ പോയി വളരെ ദൂരെയൊക്കെ പണിക്ക് പോയിട്ടുള്ള ഞാനാണ്. പക്ഷേ കുട്ടനാട് ചെന്ന് അവിടുത്തെ വെള്ളപ്പൊക്കം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. വീടുകളൊക്കെ തീപ്പെട്ടിയുടെ അത്ര വെള്ളത്തിന് മേളിലുള്ളു. അവിടുന്ന് ഇങ്ങനെ ഈ ആൾക്കാരെയും കയറ്റി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം 7-7:30 ആവും, സന്ധ്യ നല്ലപോലെ ഇരുട്ടി. അപ്പം ഒരു കരയ്ക്ക് നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഒരു നിലവിളി. ഞാനന്നേരം വള്ളത്തിൻ്റെ ഉടയൻ്റെ അടുത്ത് പറഞ്ഞ് വള്ളം അടുപ്പിടണമെന്ന് പറഞ്ഞു. വള്ളം അടുപ്പിച്ച അവർ തന്തയും തള്ളയും 3 മക്കളുമാണ്. അവരെ വീട്ടിൽ വെള്ളം ഇറച്ച് കയറി ഇവർ അരപ്പിത്തിയുടെ പുറത്ത് നിൽക്കുക. അങ്ങനെ അവരെയും കയറ്റി ഞങ്ങൾ എടത്തുവ പള്ളിയിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അതിൻ്റെ പിറ്റേന്നും പോയി ഈ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുകയും അതൊക്കെ ഞങ്ങൾ തോളിലേറ്റി മാറ്റിയാണ് ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മതലിൻ്റെ മേക്കൂടൊക്കെ പോയി. ഈ 2ാം നിലയിൽ അവരെ ഡോറിനകത്ത് കൊണ്ട് നിർത്തിയ ആളിനെയൊക്കെ രക്ഷപ്പെടുത്തി. എടത്തുവ പള്ളിയുടെ നിന്ന് ചെങ്ങന്നൂർ വരെ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇവിടുന്ന് പോയവരെല്ലാവരും സഹായിക്കുകയും ചെയ്തു. സാധാരണ നമ്മൾ വള്ളം വലിയ തിരയുള്ള സമയത്തൊക്കെ ഇറക്കുമ്പോൾ
ഒരു തിര ഇങ്ങനെ വരുന്ന കാണുമ്പോൾ വലിയ തിരയാണ് നമ്മുടെ വഞ്ചി മറിയും എന്ന് കാണുന്നൊരു സാഹചര്യത്തിൽ അന്നേരം നമ്മൾ മാതാവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുമ്പം അത് ചെറിയ ഓളമായിട്ട് നമ്മുടെ താഴെ കൂടെ പോവും. അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിൽ മാതാവ് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ദൈവവിശ്വാസമുള്ള വീടാണ് ഞങ്ങളുടെ. അപ്പം നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പണിക്ക് പോകത്തുള്ളൂ. അങ്ങനെ പണിക്ക് പോകുന്ന കൂട്ടത്തിൽ ദൈവം യാതൊരു കാരണവശാലും നമ്മളെ ഒന്നും കിട്ടാതെ വരാൻ ഇടയാക്കിയിട്ടില്ല. ബോട്ടിലായാലും വള്ളത്തിലായാലും പോകാൻ നേരത്ത് എണീറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. എനിക്ക് പരിശുദ്ധ മാതാവ് കൈനിറയെ തന്നിട്ടുണ്ട്. എനിക്ക് 2 പെൺമക്കളായിരുന്നു. അവരെ നല്ല സൂക്ഷ്മമായിട്ട് ഞാൻ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും നല്ല രീതിയിൽ കെട്ടിക്കുകയും ചെയ്തു. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് കടൽപ്പണിക്കാർ പോകത്തുള്ളൂ. എപ്പോഴും സാധാരണ രീതിയിൽ ഇവിടുന്ന് വലിയ തിരയുള്ള സമയത്ത് വള്ളം പണിക്ക് പോകുമ്പം ഈ കരയ്ക്ക് നേരം വെളുത്ത് കഴിയുമ്പം സ്ത്രീകളൊക്കെ വന്ന് നിൽക്കും. സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണും. ഈ ഒരു വള്ളം മറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ മാതാവേ രക്ഷിക്കണേ, മാതാവേ രക്ഷിക്കണേ, മാതാവേ താവ് കൊടുക്കണേ എന്ന് പറയും. അതായത് ഈ കല്ലിൻ്റെ പുറത്താണ് ഇത് തിര വീഴുന്നത്. കല്ലില്ലാത്ത സ്ഥലത്തിന് താവെന്നാണ് പറയുന്നത്. ആ താവ് കൊടുക്കണേ എന്ന് പറയും. അത് കാരണം ഈ കടൽ വീഴാതെ രക്ഷപ്പെടാൻ വേണ്ടി. ആ സമയത്തൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഭാര്യ വലിയ തിരയുള്ള സമയത്ത് ഞാൻ ബോട്ടിലായാലും വള്ളത്തിലായാലും പോകുമ്പം പുള്ളിക്കാരി വീട്ടിൽ കൊന്ത പഠിക്കത്തതേ ഉള്ളൂ, കടപ്പുറത്തെങ്ങും വരത്തില്ല. വീട്ടിലിരുന്ന് ദൈവത്തിനെ വിളിക്കും. അങ്ങനെ ആ ദൈവത്തിൻ്റെ കാരണത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ആഴങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ 18 വർഷം അസുഖം പിടിച്ച് കിടപ്പിലുമായിരുന്നു, ഹോസ്പിറ്റലുമൊക്കെ ആയി. ഒരുപാട് പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അന്നേരം എല്ലാം ദൈവത്തിനെ വിളിച്ച് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമെന്ന്. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ദൈവമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. കടലിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് 5-10 മിനിറ്റ് നേരം പ്രാർത്ഥിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ 91 അധ്യായമാണ്. അത് ഞങ്ങൾ ഈ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേന് അത് വായിക്കും. അല്ലാതെയും വചനങ്ങൾ വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കതാണ്. എൻ്റെ വളരെ കുഞ്ഞു പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ പറയും, ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തമായ രീതി ഉണ്ടാവും. അന്നേരം അവർക്കറിയാം ഇന്ന കാരണങ്ങളുണ്ടാവും. ഒന്നേ കാറ്റുണ്ടാവും, അല്ലെങ്കിൽ കടലുണ്ടാവുമെന്ന്. അപ്പോൾ അവർ അന്ന് പണിക്ക് പോകത്തില്ല. അപകടം കൂടുതലും അവരൊഴിവാക്കും. ഇന്നത്തെ സാഹചര്യം പോലല്ല അന്ന്. ബാബു മത്സ്യത്തൊഴിലാളി മാത്രമല്ല, ഒരു കലാകാരൻ കൂടിയാണ്. കടലിൽ പോയി വരുന്ന ഇടവേളകളിൽ വിവിധ നാടകങ്ങളിലും ബാബു അഭിനയിച്ചു. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണെങ്കിലും ഞാൻ ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതീ വള്ളത്തിൽ പോയിക്കൊണ്ടുവന്ന് അഭിനയത്തിന് സമയം കണ്ടെത്തിയാണ് നാടകം അഭിനയിക്കുന്നത്. ഞാനിങ്ങനെ എൻ്റെ 22ാമത്തെ വയസ്സ് ആണെന്ന് തോന്നുന്നു, ജ്ഞാനസുന്ദരി നാടകം
അതിങ്ങനെ റിഹേഴ്സൽ കാണാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ അതിനകത്ത് ഒരു വില്ലൻ റോളിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ റിഹേഴ്സൽ കാണാൻ പോയിരുന്നപ്പോൾ ഈ നാടകത്തിന് ഈ നായകൻ്റെ വേഷത്തിൽ വരുന്ന ആൾ സ്വന്തമായിട്ട് പാടി അഭിനയിക്കണം. അന്ന് പാട്ട് പാടി അഭിനയിക്കുന്നൊരു കാലഘട്ടമാണ്, ചവിട്ട് നാടകം പോലെ. നാടകം 1 മാസം 1.5 മാസം റിഹേഴ്സൽ നടന്നിട്ട് നാടകം പൂർത്തിയാവുന്നില്ല. ഇതിന് മെയിൻ നടനെ കിട്ടാതിരിക്കുക. അപ്പോൾ ആശാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ഇതിൻ്റെ സംവിധാനം. അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ ആശാനെ ആ പാട്ടൊന്ന് എഴുതിത്തരാമെന്ന് ചോദിച്ചു. അത് എഴുതിത്തരത്തില്ല, പാടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് ഞാൻ എഴുതിയെടുത്ത് 1 മണിക്കൂർ കൊണ്ട് ആ പാട്ട് ഞാൻ പഠിച്ചു. പിറ്റേന്നും ഇതേപോലെ റിഹേഴ്സലിന് വന്നപ്പോഴത്തേന് അങ്ങേരെ കൂടെ അഭിനയിച്ച ഒരുപാട് നടന്മാരെ കൊണ്ടുവന്ന്, അല്ലാതെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എല്ലാവരും പറയുന്നത് പിന്നണിയിൽ പാടിക്കാം, യേശുദാസിനെ കൊണ്ട് പാടിക്കാം, അതൊന്നും പറ്റത്തില്ല, സ്വന്തമായിട്ട് പാടി അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു എഡ്വേർഡ് സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു ഈ റിഹേഴ്സൽ കാണാൻ വന്ന്. വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആശാൻ പാടി അഭിനയിച്ചു, ഞാൻ പുറവന് അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുറവന് പാടി അഭിനയിച്ചു. എഡ്വേർഡ് സാറ് എൻ്റെ അടുത്ത് എണീറ്റൊന്ന് കൈ തന്നുകൊണ്ട് അന്ന് 200 രൂപ എടുത്ത് തന്നുകൊണ്ട് പറഞ്ഞ് നീ മാത്രം അഭിനയിച്ചാൽ മതി നാടകമെന്ന് പറഞ്ഞ്. അങ്ങനെ 9 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് ആ നാടകം പൂർത്തിയാക്കി. അതിൻ്റെ ആദ്യത്തെ രംഗത്ത് ഞാൻ അഭിനയിച്ച് സ്റ്റേജിൻ്റെ ബാക്കിൽ പോയി നിന്നപ്പം പ്രായമുള്ളൊരു 8-10 ആൾക്കാർ വന്നുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ ഈ രംഗത്ത് അഭിനയിച്ചാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. എത്ര ദിവസത്തെ റിഹേഴ്സൽ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 9 ദിവസത്തെ. ഞങ്ങൾ 5-6 മാസം റിഹേഴ്സൽ എടുത്താൽ ഈ നാടകം അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ ചെറിയ കലാപരമായ രീതിയിലൊക്കെ മത്സ്യത്തൊഴിലാളിയാണെങ്കിലും കലാപരമായ രീതിയിലൊക്കെ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. ആഴിയിൻ ആഴങ്ങളിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു 6 മാസം ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് ഇവിടെ ശക്തികുളങ്ങര ജോൺ ബ്രിട്ടോയുടെ തിരുനാളോടനുബന്ധിച്ച് ശക്തികുളങ്ങരക്കാർ കലാപരിപാടികൾ നടത്താറുണ്ട്. ഞങ്ങൾ ഷാർജയിലായിരുന്നു. ഷാർജയിൽ നിന്ന് അബുദാബിയിൽ വന്ന് മുടിയനായ പുത്രൻ നാടകം, ആ നാടകം ഞങ്ങളവിടെ ജോലി കഴിഞ്ഞ് വന്ന് സമയം കണ്ടെത്തി റിഹേഴ്സലൊക്കെ ചെയ്ത് നാടകം ഇവിടെ അബുദാബിയിൽ വന്നപ്പോഴത്തേന് ഒരുമാതിരിപ്പെട്ട പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 4 മണിയായപ്പോഴങ്ങണ്ട അവർ വിളിച്ചങ്ങനെ നാടകത്തിൽ ഞാൻ മുടിയനായ പുത്രൻ്റെ തന്തയായിട്ടാണ് അഭിനയിച്ചത്. എനിക്ക് അന്നേരം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അന്ന് എനിക്ക് 46 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാല് വെക്കാൻ ഒരുങ്ങിയപ്പം അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടെന്ന് പറഞ്ഞ പോലെ ചെവിയിൽ ആരോ പറയുന്ന കണക്ക് നീ സ്പീഡിൽ ഓടരുത്, വയസ്സനാണ്. അങ്ങനെ ഈ വയസ്സൻ്റെ രീതിയിൽ തന്നെ ഓടി അഭിനയിക്കാൻ എന്നോട് ആരോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ആ നാടകത്തിന് ഞങ്ങൾക്ക് ബെസ്റ്റ് ആക്ടിന് ഫസ്റ്റും കിട്ടി, നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. വേറെ ഞങ്ങളൊരു വളർത്തുമോനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അയാൾ കഴിഞ്ഞിടയ്ക്ക് മരിച്ചു. അയാളും മത്സ്യത്തൊഴിലാളിയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കാരണത്താൽ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ദൈവം. നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന നിമിഷങ്ങളിൽ ദൈവം ബാബുവിന് കരുത്തു പകർന്നു. ഏത് പ്രതിസന്ധിയിലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നായിരുന്നു. ആദ്യം ആൻജിയോഗ്രാം ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് സ്ട്രോക്ക് വന്ന് NS കൊണ്ടുപോയി. അവിടെ ചെന്ന് MRI എടുത്തപ്പോഴാണ് അറിയുന്നത് സ്ട്രോക്കാണെന്ന്. അവൻ ICUയിൽ കയറ്റി എൻ്റെ ഭാര്യയെ. 2ാമത്തെ ദിവസം ഞാൻ കാണാനായിട്ട് കയറി. ഞാൻ എൻ്റെ ഭാര്യയുടെ തലയ്ക്ക് കൈവച്ച് എത്രയും ദയുള്ള മാതാവിൻ്റെ ജപം ഞാൻ ചൊല്ലി. എനിക്ക് സങ്കടം അടങ്ങുന്നില്ല. അങ്ങനെ 4 ദിവസം ICU കിടന്ന് വീണ്ടും 4 ദിവസം റൂമിലാക്കി. പിന്നീട് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല,
എൻ്റെ ഭാര്യയെടുത്ത് തന്നെ ഡോക്ടർ പറഞ്ഞ്, അമ്മച്ചി സ്ട്രോക്ക് വന്നവരാരും ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയാണ് അമ്മയെ സഹായിച്ചത്. സാധാരണ ഒരു ഭാഗം തളർന്നു പോകും സ്ട്രോക്ക് വരുന്നവർക്ക്, ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ പഴയ രീതിയിൽ എൻ്റെ ഭാര്യയെ എൻ്റെ മാതാവ് തിരിച്ചു തന്നു. പ്രതിസന്ധി പ്രാർത്ഥനയിൽ അകലെയായി. ബാബുവിൻ്റെ വിശ്വാസം ജീവിതത്തിൽ വെളിച്ചം പകർന്നു.